ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു നമ്മുടെ SSD എൻക്ലോഷർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്, അതും ബഡ്ജറ്റ് കാറ്റഗറിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ EVM. നിങ്ങൾക്ക് അറിയാം, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതാണ് സാധനം. EVM-ത്തിൻ്റെ SSD ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി പരിചയപ്പെടുന്നതാണ്. എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് EVM-ത്തിൻ്റെ SSD. ഭയങ്കര ഹൈ നമ്മുടെ സാൻഡിസ്കിൻ്റെ അത്ര ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ അതിനോട്ട് വില കുറഞ്ഞ് കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവരുടെ തന്നെ ഒരു SSD എൻക്ലോഷറാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ഇപ്പോൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. ഈ സാധനം ഡയാസോ എന്ന സാധനത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉള്ളൊരു മോഡൽ. ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. തല്ലിപ്പൊളി സാധനം. ഈ സാധനം വാങ്ങിക്കരുത്. 1600 രൂപയ്ക്ക് സാധനത്തിന് 10 പൈസയുടെ സ്പീഡോ കാര്യങ്ങളൊന്നും ഈ സാധനം തരുന്നില്ല കേട്ടോ. ആ ഡിസ്പ്ലേ തല്ലിപ്പൊളിയാണ്. വെറുതെ കുറേ എണ്ണം വന്ന് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതാണ്. ലോക്കൽ എന്തോ ചൈന സാധനമാണ്. അപ്പോൾ അത് അങ്ങനത്തെ സാധനം ഒന്നും വാങ്ങിക്കരുത്. അതിന് 1600 രൂപയാണ് Amazonൽ. ഞാൻ റിട്ടേൺ കൊടുത്ത Amazon വാങ്ങിച്ചാൽ അതിനെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ കാശ് പോയി റിട്ടേൺ അവർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റി SSD എൻക്ലോഷർ മാത്രം വാങ്ങിക്കാട്ടെ. ഇപ്പോൾ യുഗ്രീൻ്റെ ഒക്കെ വാങ്ങിക്കാം. യുഗ്രീൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ചാർജറും പവർ ബാങ്കൊക്കെ ഉള്ള ബ്രാൻഡ്. അവരുടെ ആകുമ്പോൾ 2000 രൂപ വരും. ബഡ്ജറ്റ് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ EVM വാങ്ങിക്കാട്ടെ. അപ്പോൾ ഇതിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. EVM തന്നെയാണ് വാങ്ങിച്ചത്. എൻ്റെ ഒരു ക്രൂഷ്യലിൻ്റെ ഒരു SSD ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സാധനം. നമുക്കിതിന് സ്ക്രൂവോ സംഭവമൊന്നും ആവശ്യമില്ല. കണ്ടു, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് വരാൻ കണ്ടു. ഇതാണ് എൻ്റെ ഇപ്പോൾ ക്രൂഷ്യലിലെ ഞാൻ പറഞ്ഞ സാധനം. ഇത് വെറുതെ അതിൽ ടാഗ് ചെയ്ത് വേണ്ടോ. ഇതിൽ നമുക്ക് എന്നിട്ട് ഒരു പിന്ന് കിട്ടും. അവിടെ പിന്ന് വെച്ചാൽ സംഭവം റെഡി. ജസ്റ്റ് ഇങ്ങനെ സ്ക്രൂ സംഭവമൊന്നുമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡ് കൊണ്ടും കുഴപ്പമില്ലാത്ത സ്പീഡും കാര്യമായിട്ട് ഇട്ടിട്ട് Type C പോർട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഡയാസ്, അതിൻ്റെ നമ്മുടെ അതിൻ്റെ കൂടെ കിട്ടുന്ന കേബിളൊക്കെ കാണണം. ലോക്കൽ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ കേബിൾ ഇതാണ്. ഇത് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചടക്കം. ഞാൻ Amazon വാങ്ങിക്കുന്നതാണ്. രണ്ട് പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ കേബിൾ. 2-in-1 കേബിളാണ്. Type C, Type 2, Type A ഉണ്ട്. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ Type C Type C ആക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന കേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫോണിലും കാര്യങ്ങളൊക്കെ കുത്താം. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇത് നമ്മുടെ കീബോർഡിലൊക്കെ കുത്തില്ല, ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ കുത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്കാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോറും പിൻ കോഡൊക്കെ വെച്ച് നോക്കാൻ പറ്റും. അത് വേറെ കാര്യം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. എല്ലാ കമൻറ്റ്സും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് വിലയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മുടെ EVM-ൻ്റെ എന്താ പറയുക SSD എൻക്ലോഷർ. അപ്പോൾ ഇതിപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ പെർഫോമൻസ് നമ്മൾ ഉള്ളിടുന്ന നമ്മുടെ SSD അനുസരിച്ചിരിക്കും. ഇത് നമുക്ക് സപ്പോർട്ടുള്ളത് നമ്മുടെ എന്താ പറയുക M2 ഡോട്ട് ആണ് സപ്പോർട്ട് വരുന്നത് കേട്ടോ. എല്ലാ SSD-യും പറ്റില്ല. അപ്പോൾ EVM-ൻ്റെ ബ്രാൻഡിൽ നിന്ന് കൂടെ കാണാം, ചെറുതായിട്ട് കാണാം. പിന്നെ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ ചെയ്യാനുള്ള ചെറിയ വെൻറ്റുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫുള്ളി ട്രാൻസ്പാരൻറ്റ് ഡിസൈനാണ്. നമുക്ക് സ്ക്രൂവോ സംഭവമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ തെർമൽ പാഡ് ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക കേബിളും നല്ല ക്വാളിറ്റി കേബിൾ തന്നെയാണ്. ഇപ്പോൾ ഇത് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫാസ്റ്റ് വരണമൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ അതിൽ കിടക്കുന്ന നമ്മുടെ SSD-യുടെ അനുസരിച്ചിരിക്കും. ഇതിൽ നമുക്ക് 2-in-1 കേബിളാണ് വരുന്നത്. നമ്മുടെ ഫോണിൽ കുത്തി ഇതാ സംഭവം ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് കണ്ടു. അത് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കാണണ്ടായിരിക്കും. നമ്മുടെ റീഡ് ഓൺലി USB സ്റ്റോറേജ് ആഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ സംഭവം എല്ലാം നമുക്ക് ലാപ്ടോപ്പിലായാലും മൊബൈലിലായാലും എല്ലാത്തിലും വർക്കൗട്ടാണ്. ഇതാണ് സംഭവം. നമ്മളിത് ഹീറ്റിംഗ് ഒന്നും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി SSD മാത്രം വാങ്ങിക്കുക. ഒരു 1000 രൂപയുടെ റേഞ്ചിലാണെങ്കിൽ ഈ സാധനം വാങ്ങിക്കാം. 2000 രൂപയുടെ റേഞ്ചിലാണെങ്കിൽ യുഗ്രീൻ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ലോക്കൽ ഡയാസോ അങ്ങനത്തെ സാധനമൊന്നും വാങ്ങിക്കാണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ SSD വരെ ഹീറ്റായിട്ട് അടിച്ചു പോകും. ഇത്രയും ലോക്കൽസാണ്. ഞാൻ ആക്ച്വലി അത് കുറേ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ ഡയാസോ സാധനം ഡിസ്പ്ലേയുള്ള മോഡൽ. കുറേ റീൽസിൽ കണ്ടിട്ടും അതുപോലെ തന്നെ കുറേ പേര് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ചാനൽസുകളും അതുപോലെ തന്നെ വീഡിയോസ് എന്താ പറയുക ഹിന്ദി ചാനൽസുകളൊക്കെ കുറേ പേരിട്ടുണ്ട്. മിക്കവാറും പ്രമോഷൻ ആയിരിക്കും, അല്ലാണ്ട് ഇത്ര ആൾക്കാരൊക്കെ ഇടില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചു നോക്കിയത്. Amazon ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടി. എന്ന് വെച്ചാൽ ഭയങ്കര ലോ പെർഫോമൻസ്, സ്പീഡൊന്നും കിട്ടുന്നില്ല. അവർ തരുന്ന കേബിളാണ് തന്നിപ്പിണി ലോക്കൽ സാധനം. കാണുമ്പോൾ തന്നെ ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാറ്റ് ചെയ്തിട്ട് റിട്ടേൺ അടുപ്പിച്ചു കൂട്ടാം. അപ്പോൾ ഇതുപോലെ SSD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ SSD ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ സാധനം SSD ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻക്ലോഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ SSD ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നോർമൽ നമ്മൾ ഡയറക്റ്റ്ലി ഒരു എക്സ്റ്റേണൽ SSD വാങ്ങിനായിട്ടും കുറച്ച് പ്രൈസ് കുറയും. ഇപ്പോൾ പിന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എൻ്റെ ഇത് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക
ഇൻറ്റേർണൽ SSD ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ അറിയാമല്ലോ. ഞാൻ ഇത് വാങ്ങിച്ചത് 1 TB വാങ്ങിച്ചത് 4000 രൂപയ്ക്ക്. ഇപ്പോൾ ഇതിന് 35,000 രൂപ 40,000 രൂപ ഗോൾഡ് പോലെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം. ബൈ.